സോ ഇന്ന് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും മാർക്കറ്റ് ഒരു പോസിറ്റീവ് എൻഡിങ് ആണ്. സോ നിയർലി 1.5% ഗ്രീനിലാണ് ഇന്ന് എൻഡ് ചെയ്തത്. ആൻഡ് നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ വീക്കിലി ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും കറന്റ് ഇറ്റ് ഈസ് ഇൻ എ ഗുഡ് സപ്പോർട്ട് സോൺ. ആൻഡ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീക്ക് നമ്മൾ കണ്ടു ഒരു ഗ്രീൻ റിവേഴ്സൽ കണ്ടു. ആൻഡ് പ്രീവിയസ് വീക്ക് ഇറ്റ് വാസ് ഇൻ റെഡ് ആൻഡ് ദിസ് വീക്ക് ഓൾസോ ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ഇൻ എ പോസിറ്റീവ്. ആൻഡ് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും മുകളിൽ നിന്നൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. സോ ഇതിന് മുന്നേ മൾട്ടിപ്പിൾ ടൈംസ് ആ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വന്നത്. സോ ഈ സം ടൈമും ഇത് റെസ്പെക്ട് ചെയ്യോ ഇല്ല നോക്കണം. സോ ഹോപ്പ്ഫുള്ളി ഇത് ബ്രേക്ക് ചെയ്ത് പോരാൻ ചാൻസ്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ എന്താണ് ആക്ട് ചെയ്ത് നോക്കേണ്ടി വരും. സോ നിയർലി 180 പോയിന്റ്സ് ഉണ്ട് ടു റീച്ച് ദ ട്രെൻഡ് ലൈൻ ആൻഡ് വി നീഡ് ടു വാച്ച് ഔട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ദർ. വീണ്ടും താഴോട്ട് വരികയാണെങ്കിൽ മോസ്റ്റ്ലി ഇറ്റ് വിൽ ബ്രേക്ക് ദി സപ്പോർട്ട് സോൺ ആൻഡ് ഇറ്റ് ഗോസ് ടു നെക്സ്റ്റ് സപ്പോർട്ട്. നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത് ഏകദേശം ഈ ഒരു സോണിലാണ്, 21,330 റേഞ്ചിലുള്ളത്. മറിച്ച് ഇതിപ്പോൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരു 23,600 റേഞ്ച് വരും, വീണ്ടും ഒരു ചെറിയൊരു റിവേഴ്സിലിരുന്ന് എന്നിട്ടാണ് അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് കിട്ടാൻ പോകുന്നത്. സോ കറൻ്റ് ഇങ്ങനെയാണുള്ളത്. ഞാനിപ്പം ഡെയിലി ടൈം ഫ്രെയിം മറ്റും കാണാൻ പറ്റും. ഡെയിലി ടൈം ഫ്രെയിമിലും കറക്റ്റ് പ്രീവിയസ്ലി ഇറ്റ് വാസ് തന്നെ നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ ഉണ്ടായിരുന്നത്. ആൻഡ് അവിടെയും ഈ ട്രെൻഡ് ലൈൻ തന്നെയാണ് വില്ലനായിട്ടുള്ളത്. സോ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് റിവേഴ്സലായി എന്ന് പറയണമെങ്കിൽ ഈ ഒരു സ്വിങ് ഉണ്ടല്ലോ, പ്രീവിയസ് സ്വിങ്, ഈ ഒരു സ്വിങ് ബ്രേക്ക് ചെയ്താലാണ് പ്രോപ്പർ കൺഫർമേഷൻ. സോ അങ്ങനെയാണ് ഉള്ളത്. ആൻഡ് ഇഫ് യു ആർ ചെക്കിംഗ് ദി FII-DI ആക്ടിവിറ്റി യു ക്യാൻ സി previously multiple days and multiple weeks എന്ന് പറയാം, ലൈക്ക് FIIs നെറ്റ് ബയേഴ്സ് ആയിരുന്നു, നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സോ ഈ മന്തിൽ ഇറ്റ്സ് എ ഫസ്റ്റ് ഡേ, ഇന്നാണ് ദേ ആർ ഇൻ നെറ്റ് ബയേഴ്സ്. സോ മുന്നത്തെ ഡേയ്സിൽ നോക്കി കാണാൻ പറ്റും 4,800, 1,005. സോ എല്ലാ ഡേയ്സിലും സെല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈ ഒരു ദിവസം ദേ ആർ നെറ്റ് ബയേഴ്സ്. ആൻഡ് പ്രീവിയസ്ലി നമ്മൾ എല്ലാ സ്ഥലത്തും ഡിസ്കഷൻ കാണാറുണ്ട് FII സെല്ലാണ്, FII സെല്ലാണ്. സോ ബേസിക്കലി നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് നെറ്റ് വാല്യൂ ആണ്. സോ ദാറ്റ് ഡസൻറ്റ് മീൻ ദേ ആർ ഓൺലി സെല്ലിങ്. സോ അവർ ബൈ ചെയ്യുന്നുണ്ട്, സെല് ചെയ്യുന്നുണ്ട്. സോ രണ്ട് നെറ്റ് വാല്യൂസ് ആണ് ലൈക്ക് മോസ്റ്റ്ലി നമ്മൾ കാണാറ്. ആൻഡ് ഇപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ഈ മന്ത് നോക്കുകയാണെങ്കിൽ നിയർലി 24,000 അവർ സെല് ചെയ്തു. ആൻഡ് DISൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 34,000 ബൈ. മീൻ DIS every day they are buying. So ഇവിടെ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും every day like they are in green, but FII is near opposite. സോ അത്രയേ ഉള്ളൂ. ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി എല്ലാം നോക്കുകയാണെങ്കിലും ടുഡേ ഇറ്റ് വാസ് എ ഗുഡ് റിവേഴ്സൽ. സോ നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നത്. ഏകദേശം 2.5% ഗ്രീനിലാണ് മിഡ് ക്യാപ് നിഫ്റ്റി ഇന്ന് എൻഡ് ചെയ്തത്. സോ ഹോപ്പ്ഫുള്ളി നല്ലൊരു ദിവസങ്ങൾ വരുന്നുണ്ടാവും. സോ അതിനായി നമുക്ക് ഈ ഒരു നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ട്രെൻഡ് ലൈൻ വാച്ച് ചെയ്യണം. ഈ ട്രെൻഡ് ലൈനിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കണം.